3x3 ക്യൂബ് കഴിഞ്ഞാൽ നമുക്ക് 4x4 ക്യൂബ് നോക്കാം. ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. 3x3 മാതിരി ഇതിനൊരു സെൻറ്റർ ഇല്ല. ഇതേമാതിരി 3x3 ഒരു സെൻറ്റർ ഉണ്ട് എല്ലാ ഭാഗത്തും. അതുപോലെ ഇതിന് സെൻറ്റർ ഇല്ല. ഈ ഒരു 4 പീസുകൾ കൂടി ഒരു സെൻറ്റർ എന്ന് പറയാം. നമുക്ക് ഇതിനെ അങ്ങോട്ട് തിരിക്കാം. 4 ഈ ഭാഗം കൂടിയിട്ടാണ് ഒരു സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ 4x3 നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും ക്യൂബിൻ്റെ ആ കളർ പൊസിഷൻ തെറ്റരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തെറ്റിയാൽ നമ്മുടെ സോൾവിങ് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മുകളിൽ മഞ്ഞയായിരിക്കണം, ഓപ്പോസിറ്റ് സൈഡ് വെള്ളയായിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഈ ഭാഗത്താണ് നീലയെങ്കിൽ നമുക്കറിയാം റൈറ്റ് സൈഡിൽ റെഡ് ഉണ്ടായിരിക്കണം, ഇവിടെ ഓറഞ്ച്, ബാക്ക് സൈഡിൽ ഗ്രീൻ. നമുക്ക് 3x3 അതുപോലെ തന്നെയാണ്. യെല്ലോ മുകളിൽ, ഈ സൈഡ് ഗ്രീൻ ആണെങ്കിൽ യെല്ലോൻ്റെ ബാക്ക് സൈഡ് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ്. ഈ സൈഡ് നീലയാണെങ്കിൽ ഈ സൈഡ് റെഡ്, ഓറഞ്ച്, നീലയുടെ ഓപ്പോസിറ്റ് സൈഡ് ഗ്രീൻ. അതേപോലെ തന്നെ നമ്മൾ 4x4 ക്യൂബ് പിടിച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തെറ്റും. പിന്നെ ഇത് ക്യാപിറ്റൽ R, ഈ ഭാഗം ക്യാപിറ്റൽ R, ഈ ഭാഗം ഈ ലെയർ സ്മോൾ r, ഇത് ക്യാപിറ്റൽ R, ഇത് സ്മോൾ r, ഇത് സ്മോൾ r, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ L, സ്മോൾ l, ഈ ഭാഗം. പിന്നെ വരെ അപ്പ് അല്ലെങ്കിൽ നമുക്ക് U എന്ന് പറയാം. ക്യാപിറ്റൽ U ടോപ്പ്, ഇത് സ്മോൾ u ഈ അടിഭാഗം, ഇത് ഈ ലെയർ. യു എന്ന് പറഞ്ഞത് രണ്ടും കൂടി. വെറും U എന്ന് പറഞ്ഞാൽ ഈ അപ്പ് മുകൾ ഭാഗം അപ്പ്. ഇനി ഫ്രണ്ട് 3x3 മാതിരി തന്നെ ഈ ഭാഗം ബാക്ക് സൈഡ് B, ബാക്ക് സൈഡ്. അപ്പോൾ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഇത് സ്മോൾ r, ഈ ലെയർ സ്മോൾ r, ക്യാപിറ്റൽ L, സ്മോൾ l, ക്യാപിറ്റൽ U, സ്മോൾ u, ഫ്രണ്ട്, ബാക്ക്, ഈ ഭാഗം. ഓക്കെ, അപ്പോൾ വെറും R എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, R എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, L എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, L എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, U എന്ന് പറഞ്ഞാൽ ഇതുപോലെ, U എന്ന് പറഞ്ഞാൽ ഇത്. ഫ്രണ്ട് നമുക്കറിയാം 3x3 പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ബാക്കും കൂടി വരുന്നുണ്ട് ഈ ഭാഗം. അപ്പോൾ ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള 4x4 ക്യൂബിൻ്റെ മൂവ്മെൻറ്റിന് മുന്നേ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് ഇത് ഷഫിൾ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. ഓക്കെ.